ഫോക്കസ് ഇല്ലായ്മ എന്നുള്ള ആ പ്രശ്നമുണ്ടല്ലോ, അതിനെ എങ്ങനെ നമുക്ക് തിരിച്ചുകൊണ്ടിരാൻ പറ്റും? ഫോക്കസ് ഇല്ലായ്മ എന്ന് പറയുന്ന പ്രശ്നത്തിന് കോൾമാൻ തന്നെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായി ഏറ്റവും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അവർ സ്മാർട്ട് മാത്രമല്ല അവർക്ക് ഫോക്കസ് ഉണ്ടെന്ന് പറയുന്നത്. അത്ര അവർ സക്സസ്ഫുൾ ആവാനുള്ള ഒരേ ഒരു റീസൺ കോൾമാൻ പറയണത് അവർ ഫോക്കസ്ഡ് ആണെന്നാണ്. ഓക്കെ. കാരണം ഇത്തരം ആൾക്കാരിൽ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ് ഡാനിയൽ ഗോൾമാൻ. ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നമുക്ക് ഇപ്പം ഞാൻ പ്രാക്ടിക്കലി യൂസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം അത് ഗോൾമാൻ തന്നെ പറയണതാണ്. അതായത് നമ്മളൊരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സംഭവം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സമയം ഉണ്ടാക്കുക. ബി വിത്ത് യുവർ സെൽഫ്. നമുക്ക് ഒരു എക്സസൈസ് ചെയ്യാൻ പോവുകയാണെങ്കിലും നമ്മൾ ഹെഡ്സെറ്റ് ഉണ്ടാവും, നമ്മൾ പോഡ്കാസ്റ്റോ മ്യൂസിക്കോ എന്തെങ്കിലും വേണം. നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു സമയമില്ല. അപ്പൊ നമ്മൾ ഡീപ്പ് വർക്കിൽ പറഞ്ഞ പോലെ എൻജോയ് ബോർഡം എന്ന് പറയുന്ന പോലെ ഇതിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിമുലസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും 24/7. നമ്മൾ ഉറക്കത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വന്നേക്കുന്നത്. കാരണം അവൾക്ക് ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ രാത്രി ഉറങ്ങിയിട്ട് പോലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണത് നോട്ടിഫിക്കേഷൻ നോക്കാനാണ്. എന്നാൽ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണോ? അല്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളൊരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയില്ലേ. ഇപ്പോൾ നമ്മളൊരു കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തനിയെ ഇരുന്ന് നമ്മളോട് തന്നെ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനാണ് മൈൻഡ്ഫുൾനെസ് പറയുന്നത്.